നവീൻ ബാബുവിന്റെ കേസ് CBIക്ക് വിടാതിരുന്ന ഹൈക്കോടതി എഴുതിയ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് അത് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് മാത്രമല്ല, പിന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞതിന് വലിയ പ്രതിഷേധമായിട്ട് നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പോസ്റ്റ്മോർട്ടം അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വളരെ കാര്യക്ഷമമായിട്ട് നടത്തി എന്നൊക്കെ ഉള്ളതാണ്. ഇത് കാര്യക്ഷമമാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? കാരണം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ജോലിക്കാരാണ്. അതായത് ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ കൂട്ടാളിയായിട്ടുള്ള പ്രശാന്തരും ഈ രീതിയിൽ വന്നതാണ്. അപ്പോൾ അതിന് അത്രയും, അതായത് അത്രത്തോളം അവിടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇത്ര നിർബന്ധം എന്തുമായിരുന്നു? അപ്പൊ അവിടെ ചെയ്യുകയല്ല എന്ന് കളക്ടർ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ. അവിടെ ചെയ്യുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞു, അവിടെ വേണ്ട. എന്നിട്ട് പിന്നെ അവസാനം കളക്ടർ പറഞ്ഞ എന്തോന്നറിയോ, ഒരു കുഴപ്പം വരുത്തില്ല, വളരെ സത്യമാണ്, വളരെ നല്ലതായിട്ട് ചെയ്യും, യാതൊരു കുഴപ്പമില്ലെന്ന്. ഇത് യഥാർത്ഥത്തിൽ നിർബന്ധമായിട്ടും ആ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ ബോഡി ഒരു കാരണവശാലും കത്തിച്ച് കളയാൻ പാടില്ലായിരുന്നു, ദഹിപ്പിക്കാൻ പാടില്ലായിരുന്നു, ചെയ്തതാണ്. അത് ആളുകളെല്ലാം കൂടി നിന്ന് എളുപ്പം റെഡിയാക്കി അവിടുന്ന് ഇപ്പോൾ ഇഷ്ടമുള്ള പോലെ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കി, ഇഷ്ടമുള്ള പോലെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ അത് ഈ എന്തെങ്കിലും ആ ഇന്റേണൽ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ഒന്നും അറിയാൻ പറ്റത്തില്ല. ആ രീതിയിലായി. കാരണം എല്ലാം പോയി കഴിഞ്ഞല്ലോ. ഇനി എന്താ അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന നമുക്ക്? ആ രീതിയിലേക്ക് പോയി. എന്നിട്ട് അതിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചിട്ടും ഹൈക്കോടതിയിൽ നിന്ന് അതിനൊരു അംഗീകാരം കിട്ടിയില്ല. അതായത് ഇത് CBI അന്വേഷിക്കാമെന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിക്ക് വേണ്ട, അത് കൊടുക്കാൻ പറ്റിയല്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായി? ഇവിടുത്തെ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പോലീസ് തന്നെ അന്വേഷിച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതിന്റെ പുറകിലുള്ള ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു കേട്ടുകേഴ്വിയുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് കേട്ടുകേഴ്വി എന്നുള്ളതിലേക്ക് വിളിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഈ നമ്മുടെ കേരളത്തിലെ പോലീസ് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ശരിയായ രീതിയിലുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് അത് വരത്തില്ല. അത് ആത്മഹത്യ എന്ന് തന്നെ എഴുതി വരും. ഇത് സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ അതോ ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കേസാണ്. യഥാർത്ഥത്തിൽ CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ കള്ളക്കളികൾ യഥാർത്ഥത്തിൽ പുറത്തുകൊണ്ട് വരൂ. ഇത് മാത്രമല്ല, പിന്നെ പ്രശ്നം എന്തെന്നറിയോ? അപ്പൊ ഈ ബോഡി അവിടെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഈ പറഞ്ഞ രണ്ടുപേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇത് ആത്മഹത്യയാണെന്ന് ആദ്യമേ ഇവരങ്ങ് തീരുമാനിച്ചു. കാരണം ഇല്ലെങ്കിൽ ആത്മഹത്യ ആക്കണം, എളുപ്പമുണ്ടല്ലോ. സൂയിസൈഡൽ ഹാങ്ങിങ്, കാര്യം തീർന്ന് അത് ആയിട്ട് മാറണം. ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് എഴുതിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല, തെളിവൊന്നും കിട്ടത്തില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇതന്നെ അയാളുടെ കൈവെള്ളയിൽ നിന്ന്, അതായത് നവീൻ ബാബുവിന്റെ കൈവെള്ളയിൽ നിന്ന് ഫൈബർ ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. ഇയാൾ ഈ ലൈഗേച്ചർ അയാൾ ഉപയോഗിച്ചാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് അതാണ്. അത് നോക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പൊ ആ ഫൈബർ ഒന്നും കളക്ട് ചെയ്യാതിരുന്ന് സെല്ലോഫൈൻ ടേപ്പ് ഉപയോഗിച്ച് ഫൈബർ കളക്ട് ചെയ്യാതിരുന്നത് വലിയ തെറ്റാണ്. ഫോറൻസിക് എക്സ്പേർട്ടിന്റെ ഒന്നും സഹായം എടുത്തിട്ടില്ല, ഒന്നുമില്ല. തൂങ്ങിയിരുന്നു, അപ്പോഴേ അഴിച്ചു, താഴെ ഇട്ടു, റെഡിയാക്കി, അവിടെ വെച്ച് ഒരു ഇൻക്വസ്റ്റും അങ്ങ് നടത്തി, ഇത് പോയി. ഏതായാലും അത് ആ ഇൻക്വസ്റ്റും ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല നടത്തിയത്. നിർബന്ധമായിട്ട് അങ്ങനെ വേണം, അതുണ്ട്. അത് എന്നിട്ട് പോലും അങ്ങനെ ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം സമയത്തും ഇവരാരുമില്ല. ഈ രീതിയിലാണ്. അപ്പൊ ഇതങ്ങ് നടത്തിയിരിക്കുന്നത്. ഇയാളിൽ ഇപ്പൊ റെഡിയാക്കി കെട്ടിപ്പൊതിഞ്ഞ് കൈ കൊടുത്തു, കൊണ്ടുവന്ന് കത്തിച്ചേക്കാൻ പറഞ്ഞു, കൂടെ വന്ന് നിന്ന് കത്തിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വിളിക്കാനും ഒക്കെ ഉണ്ട്, ഇവർക്ക് ഒരുപാട് എണ്ണമുണ്ട്. ഇനി ഇപ്പൊ അത് മാത്രമല്ല, ഈ പ്രശാന്ത് എന്ന് പറയുന്നവന് എതിരെ പരാതി എഴുതി കൊടുത്തല്ലോ, എന്തെങ്കിലും കേസെടുത്തോ? അയാളെ കൈക്കൂലി കൊടുത്തെന്നല്ലേ പറയുന്നേ? കള്ളമാണ്. അത് വെളിവായി, കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വെളിവായി. എന്നിട്ടത് അതിന് അയാളുടെ പേര് നടപടിയില്ല. അയാൾ കള്ളപ്പരാതി ഒരെണ്ണം എഴുതി മുഖ്യമന്ത്രിക്ക് ഇത്രാം തീയതി കൊടുത്തു എന്ന്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞോണ്ടേ ഇതിലെ പ്രതിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ശരിയാക്കിയെടുത്തതാണ്. ആ രീതിയിൽ ഉള്ള ഒരു പരാതി എഴുതി, അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ല, കള്ളമാണ്. പിന്നെ ആ പരാതിയുടെ കാര്യം കോടതി മിണ്ടിട്ടേയില്ല. ആ കോടതി ജാമ്യത്തിന് വാദം പറയുമ്പോൾ പിന്നെ ഈ പരാതി, ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതും കള്ളമാണെന്ന് തെളിവായി. ഒരാളെ കേസിൽ പെടുത്തത്തക്കവണ്ണം കള്ളമായിട്ട് ഒരു തെളിവ് കൊടുത്താൽ മാത്രമല്ല, അതിപ്പോ അതിന്റെ പ്രശ്നം നവീൻ ബാബു മരിച്ചുപോയില്ലേ,
ഇനി കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. അപ്പൊ അതിന് നടപടി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളം എഴുതി കൊടുത്തതിന് ഇവന്റെ പേര് കേസെടുക്കണ്ടേ? എന്തുകൊണ്ട് എടുക്കുന്നില്ല? എടുക്കത്തില്ല. കാരണം അയാൾക്കും ഒക്കെ ഉള്ള ബന്ധുബലം എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അത് ഏത് പാർട്ടിയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നവീൻ ബാബുവിന്റെ ആളുകളെ ഒന്നും അല്ല ഈ പാർട്ടിക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ ഇതിലെ പ്രതിസ്ഥാനത്ത് വരേണ്ട ആളുകളെയൊക്കെയാണ് ആവശ്യം. അതാ കാര്യം. അത് ഇനിയും അവർക്ക് നീതി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.